2002 സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായ മീശ മാധവന്റെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ രാവണപ്രഭു, വല്യേട്ടൻ, നരസിംഹം എന്നീ സൂപ്പർ ഹിറ്റ് ആക്ഷൻ സിനിമകൾ ഇറക്കിയപ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു കോമഡി ചിത്രങ്ങളുടെയും ഇറക്കണമെന്ന്. അതുപ്രകാരമാണ് നമ്മളിന്ന് കോമഡി ചിത്രമായിട്ടുള്ള മീശ മാധവനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ ഇതിൽ ആദ്യമുള്ളത് മാള അരവിന്ദനാണ്. മുള്ളാണി പപ്പൻ എന്ന ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 2015 മുള്ളാണി പപ്പൻ അന്തരിച്ചു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 63 ആയിരുന്നു. അടുത്തത് ജ്യോതിർമയാണ്. പ്രഭ എന്നൊരു ക്യാരക്ടറാണ് ജ്യോതിർമയ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജ്യോതിർമയുടെ പ്രായം 19 ആയിരുന്നു. ഇപ്പോൾ പ്രായം 42 ആണ്. ഈ സിനിമ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് കാർത്തിക മാത്യു ആണ്. ഈ സിനിമയിൽ മാലതി എന്നൊരു കഥാപാത്രമാണ് അഭിനയിച്ചിരുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ കാർത്തികയുടെ പ്രായം 22 ആയിരുന്നു. ഇപ്പോൾ പ്രായം 45 ആണ്. അടുത്തത് സുകുമാരിയാണ്. സുകുമാരി മാധവന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. 2013 സുകുമാരി അന്തരിച്ചു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുകുമാരിയുടെ പ്രായം 62 ആയിരുന്നു. അടുത്തത് ജെയിംസ് ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായി നമ്മുടെ പട്ടാളം പുരുഷു എന്ന കഥാപാത്രമാണ് ജെയിംസ് അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജെയിംസിൻ്റെ പ്രായം 55 ആയിരുന്നു. ഈ 2007 ജെയിംസ് അന്തരിച്ചു. അടുത്തത് EA രാജേന്ദ്രനാണ്. പൂവത്തിങ്കൽ വിശ്വം എന്ന കഥാപാത്രമായിരുന്നു EA രാജേന്ദ്രൻ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ EA രാജേന്ദ്രൻ്റെ പ്രായം 41 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 64 ആണ്. അടുത്തത് നമ്മുടെ മച്ചാൻ വർഗീസ് അഭിനയിച്ച ലൈൻമാൻ ലോനപ്പനാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 42 ആയിരുന്നു. 2011 51 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് മണികണ്ഠൻ പട്ടാമ്പിയാണ്. പുഷ്കരൻ എന്നൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 34 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56 ആണ്. അടുത്തത് ഗിന്നസ് പക്രു ആണ്. ഇതിലൊരു ചായ കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഗിന്നസ് പക്രു അഭിനയിച്ചിരുന്നത്. 49 വയസ്സാണ് ഗിന്നസ് പക്രുവിന് ഇപ്പോൾ ഉള്ളത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗിന്നസ് പക്രുവിൻ്റെ പ്രായം 25 ആയിരുന്നു. അടുത്തത് ജെ പല്ലാശ്ശേരിയാണ്. ഈ ഒരു സിനിമയിൽ പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ എന്ന കഥാപാത്രമായിരുന്നു ഇദ്ദേഹം അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 70 ആണ്. അടുത്തത് മഹേഷ് ആണ്. മഹേഷ് ഈ സിനിമയിൽ ബാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 27 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആണ്. അടുത്തത് അംബിക മോഹനാണ്. ഈ സിനിമയിൽ ശാന്തമ്മ എന്നുള്ള കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ആയിരുന്നു. ഇപ്പോൾ പ്രായം 62 ആണ്. അടുത്തത് ഗായത്രിയാണ്. സരസു എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 34 ആണ്. ഇപ്പോൾ പ്രായം 56 ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ സിനിമ എത്ര തവണ നിങ്ങൾ ടി വിയിൽ കണ്ടുവെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് മീന ഗണേഷ് ആണ്. മീന ഗണേഷ് ഈ സിനിമയിൽ കൽമൈ താത്തയായിട്ടുള്ള കഥാപാത്രമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 61 ആയിരുന്നു. 2024 82 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് യമുനയാണ്. സിന്ധു എന്നൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 25 ആയിരുന്നു. ഇപ്പോൾ പ്രായം 50 ആണ്. ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ദിനേശ് പ്രഭാകരാണ്. കോയ എന്നുള്ളൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 25 ആയിരുന്നു. ഇപ്പോൾ പ്രായം 48 ആണ്. അടുത്തത് കോഴിക്കോട് നാരായണൻ നായരാണ്. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 58 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 83 ആണ്. അടുത്തത് അരുൺ കുമാർ ആണ്. ഇതിൽ മാധവന്റെ കുട്ടിക്കാലം അഭിനയിച്ചിരുന്നത് അരുൺ കുമാർ ആയിരുന്നു.
അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 9 ആയിരുന്നു. ഇപ്പോൾ പ്രായം 32 അടുത്തത് സനൂഷയാണ്. സനൂഷയാണ് ഈ സിനിമയിൽ രുക്മിണിയുടെ കുട്ടിക്കാലം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സനൂഷയുടെ പ്രായം 7 ആയിരുന്നു. ഇപ്പോൾ സനൂഷയുടെ പ്രായം 30 അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ഈ സിനിമയിൽ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള എന്ന കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതിയുടെ പ്രായം 51 ആയിരുന്നു. ഇപ്പോൾ പ്രായം 74 അടുത്തത് ഹരിശ്രീ അശോകനാണ്. സുഗുണൻ എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 38 ആയിരുന്നു. ഇപ്പോൾ പ്രായം 61 അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. കൊച്ചിൻ ഹനീഫ ഈ സിനിമയിൽ ത്രിവിക്രമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 52 ആയിരുന്നു. 2010 58 വയസ്സിൽ കൊച്ചിൻ ഹനീഫ അന്തരിച്ചു. അടുത്തത് സലീം കുമാറാണ്. സലീം കുമാർ ഈ സിനിമയിൽ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്ന കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 ആയിരുന്നു. ഇപ്പോൾ പ്രായം 56 അടുത്തത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. സിനിമയിൽ ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. 59 വയസ്സായിരുന്നു അഭിനയിക്കുമ്പോൾ പ്രായം. 2006 62 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഈ സിനിമയിൽ SI ഈപ്പൻ പാപ്പച്ചിയായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 23 ആയിരുന്നു. ഇപ്പോൾ പ്രായം 45 അടുത്തത് ഈ സിനിമയിൽ കാവ്യ മാധവൻ അഭിനയിച്ച രുക്മിണി എന്ന കഥാപാത്രമാണ്. ഇതിൽ അഭിനയിക്കുമ്പോൾ കാവ്യ മാധവൻ്റെ പ്രായം 17 ആയിരുന്നു. ഇപ്പോൾ കാവ്യ മാധവൻ്റെ പ്രായം 41 അടുത്തത് ദിലീപാണ്. പൂവത്തിങ്കൽ മാധവൻ നായർ എന്ന കഥാപാത്രം, അതായത് നമ്മുടെ മീശ മാധവനായിട്ട് അഭിനയിച്ചിരുന്നത് ദിലീപായിരുന്നു. ദിലീപിന് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായം 34 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 57 അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ മീശമാധവൻ എന്ന സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടുത്തടുത്ത വീഡിയോസ് ഏതൊക്കെ സിനിമയുടെയാണ്, അല്ലെങ്കിൽ കോമഡി ആണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ സിനിമയാണോ വേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപ്രകാരം നമ്മൾ അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.